ഇന്ന് കടപ്പുറത്ത് പോയപ്പോൾ ഈ ഒരു മീനാട്ടോ കിട്ടി. വലിയ മീൻ കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ്. കിട്ടിയത് ഈ പൂച്ചനക്കൊല്ലി. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൂച്ചനക്കൊല്ലി എന്നാണ് പറയുക. ചിലവർ മുള്ളൻചൂട എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മുള്ളു കുത്താനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹോം മെയ്ഡായിട്ടുള്ള ഉണക്കമീൻ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലോട്ട് കല്ലുപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉണക്കമീൻ നമ്മൾ കഴിക്കാനായിട്ട് കുറച്ചൊരു മടിയാണ്. കാരണം അതിൽ ഉപ്പൊക്കെ നല്ല രീതിയിലുണ്ടാവും. പിടിച്ചിട്ട് ഉപ്പിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചാകരാവും അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പാത്രം നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ ഒരു 2-3 ദിവസം ഇങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് 3 ദിവസം കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വരും. ആ വെള്ളമൊക്കെ നമ്മൾ വാർത്തിയെടുത്തിട്ട് ഇതുപോലെ ഉമ്മച്ച് ചിക്കിയെടുക്കുന്ന പോലെ ഇങ്ങനെ ചിക്കിയെടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ 2 ദിവസം നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. വെയിലിൻ്റെ കടുപ്പനുസരിച്ച് നമ്മൾ ഓരോ ദിവസം കുറയ്ക്കൊക്കെ ചെയ്യാം. ഇതൊരു 3 ദിവസം ഉണക്കിയെടുത്താൽ കേട്ടോ, കുറച്ച് വെയിൽ കുറവിനെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം. ഇനി ഇത് നമ്മളിങ്ങനെ പൊരിച്ചടിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പച്ചക്കറീൻ്റെ കൂടെയൊക്കെ എന്തെങ്കിലും നല്ല വെജിറ്റബിൾസ് കറിയൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ കൂടെ ഈ കുറച്ചൊരു ഉണക്കമീനുണ്ടെങ്കിൽ കുശാലായി. ഇത് ഞാൻ ഇതിന് മുമ്പ് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഉണക്കമീൻ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി, ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി സംഭവങ്ങൾക്കൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യണേ.